നമസ്കാരം. ഈ ആർത്തവ രക്തത്തിന്റെ നിറത്തിലും അളവിലും ഒക്കെ പലരിലും പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ചില രോഗങ്ങളുടെ അല്ലെ ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഇതുപോലെ ക്ലോട്ടുകൾ, അതായത് ബ്ലഡ് ക്ലോട്ട് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പീരിയഡ്സിന്റെ ആദ്യവും അവസാനവും ഇങ്ങനെ ചെറിയ ക്ലോട്ടൊക്കെ ആയിട്ട് പോകാറുണ്ട്. അത് നോർമലാണ്. എങ്കിലും കൂടുതലായിട്ട് ഇങ്ങനെ ക്ലോട്ട് പോകുന്ന ചില രോഗങ്ങളുടെ ലക്ഷണങ്ങളാവാം. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അനീമിയാണ്. അനീമിയ എന്ന് പറഞ്ഞാൽ രക്തക്കുറവ് അല്ലെ വിളർച്ച എന്ന് പറയും. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ കൂടാതെ ഈ വൈറ്റമിൻ സി, വൈറ്റമിൻ കെ തുടങ്ങിയ വൈറ്റമിനുകളുടെ കുറവുണ്ടെങ്കിൽ രക്തം ഇതുപോലെ കട്ടയായിട്ട് കാണാറുണ്ട്. അടുത്തതായിട്ട് ഇനി ഈ മയോമ അല്ലെ ഫൈബ്രോയിഡ്, നമുക്കറിയാം ഇത് യൂട്രസിന്റെ ആ ഉൾപ്പാളിയിൽ കാണുന്ന ദോഷകരമല്ലാത്ത ട്യൂമറുകളാണ്. സാധാരണഗതിയിൽ ഉപദ്രവകാരികളൊന്നും അല്ലെങ്കിലും ഇത്തരം ട്യൂമറുകൾ വളർന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അടുത്തതായിട്ട് ഇങ്ങനെ ക്ലോട്ട് കാണുന്ന എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ്. ഇതിലും ഒരു കടുത്ത വേദനയോ ബ്ലഡ് ക്ലോട്ടായിട്ടൊക്കെ പോകുകയൊക്കെ ചെയ്യും. ഇതിന് സാധാരണ ഒരു 30-40 വയസ്സുള്ള സ്ത്രീകളിലാണ് ഇങ്ങനെ കാണുന്നതെങ്കിലും ഏത് പ്രായക്കാർക്കും വരാം. അടുത്തതായിട്ട് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇത് എൻഡോമെട്രിയം പുറത്തേക്ക് വളരുന്നതാണ്. യൂട്രസിന് പുറത്തേക്ക് വളരുകയോ ഇതിൽ ഈ മുകുളങ്ങളൊക്കെ പോലെ രൂപപ്പെടുന്നതാണ്. ഇത്തരം അവസ്ഥകളിലും ബ്ലീഡിംഗ് ഒക്കെ ക്ലോട്ടായിട്ട് പോകാറുണ്ട്. അടുത്തതായിട്ട് ഈ അബോർഷനാണ്. അബോർഷൻ നടന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പോകാം. പക്ഷേ ഇതിന്റെ നിറം അല്പം മഞ്ഞയോ അല്ലെ ചാര നിറത്തിലോ ഒക്കെ ആണെങ്കിൽ ഇത് അബോർഷൻ നടന്നതിന്റെ ലക്ഷണമാകും. സാധാരണ ഈ ഗർഭധാരണം നടന്നൊന്നും അറിയാത്ത ചിലർക്ക് ഇങ്ങനെ ഇവര് ആർത്തവ രക്തമായിട്ട് തെറ്റിദ്ധരിക്കാം. അടുത്തതായിട്ട് ഡെലിവറിക്ക് ശേഷം നമുക്കറിയാം നോർമലായിട്ട് ഇതുപോലെ ക്ലോട്ടൊക്കെ ആയിട്ട് പോകാറുണ്ട്. പിന്നെ PCOD, PCOSന്റെ ലക്ഷണമായിട്ടും ഇതുപോലെ ബ്ലഡ് ക്ലോട്ടുകൾ കാണാം. അതുകൊണ്ട് തന്നെ ഈ അമിതമായിട്ട് ക്ലോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ബ്ലീഡിങ്ങിൽ ക്ലോട്ട് കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാതെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക.